ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ അവിടെ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ്റെ ആദ്യ ഭാര്യയുടെ ആങ്ങളെ സദാശിവൻ വരെയാണ്. അപ്പോൾ സദാശിവൻ അപ്പോഴാണ് അറിയുന്നത് ഭാസ്കരനും കുടുംബവും ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. എന്താണ്, കുടുംബക്ഷേത്രത്തിലോട്ട് വന്നതാണ്, വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മക്കളും കുടുംബമായിട്ട് വന്നൊക്കെയാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ സദാശിവൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സദാശിവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ഈ ഇരിക്കണേന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അയാൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അയാൾ ചെന്ന് നമ്മുടെ ഭാസ്കറിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുമ്പോഴേക്കും കൂട്ടുകാർ പറയും, അതെ ഒന്നും മിണ്ടണ്ട, ഭാസ്കരന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഭാസ്കരൻ കാര്യം പറഞ്ഞാൽ ഈ സദാശിവൻ വന്ന് നിൽക്കണത് കാണുന്നതുമില്ല കേട്ടോ. അങ്ങനെ കൂട്ടുകാർ ഈ സദാശിവനെ പിടിച്ച് മാറ്റിയാണ്. അവർ ഇന്ന് അമ്പലത്തിൽ നിന്ന് ഇന്നലെ 2 ദിവസമായി വന്നിരിക്കുന്നു, മക്കളുമായിട്ടൊക്കെ വന്നേയില്ല, തൊഴുതിട്ട് ഇന്നോ നാളെ പോവും, ഇനി നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ശിവ എന്നും പറഞ്ഞിട്ട് ആ കൂട്ടുകാർ ശിവനെ അവിടെ നിന്ന് മാറ്റിയാണ്. പക്ഷേ സദാശിവൻ എന്തോ ഒരു സമാധാനമില്ല. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് അവൻ കിടന്ന് വിലസാനോ, ഞാൻ സമ്മതിക്കില്ല ഇത്. സദാശിവന് ഇരിക്കപ്പുറത്തില്ല കേട്ടോ. സദാശിവൻ എന്ത് ചെയ്തു, 1-2 കൂട്ടുകാരെയും കൂടെ കൂട്ടി നമ്മുടെ ഭാസ്കരൻ താമസിക്കുന്ന ആ വീട്ടിൻ്റെ അങ്ങോട്ട് പോവേനട്ടോ. അവിടെ ചെന്നപ്പോൾ ഭാസ്കരൻ ഏതാണ്ട് ഫ്രണ്ടിൽ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തേക്കും നമ്മുടെ ഈ സദാശിവൻ ഓടിച്ചെന്ന്, എടാ ഒരുമ്പെട്ടവനെ, എൻ്റെ പെങ്ങളെ ചതിച്ച് കൊന്നിട്ട് നീ ഇവിടെ കിടന്ന് വിലസ അല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട്ടെടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരനും അവനെ അടിക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആകെ ഒരു ഇടങ്ങേറ് പിടിക്കുന്ന അവസ്ഥ. അപ്പോഴേക്കും നമ്മുടെ സുധീഷും അതുപോലെ നികേഷ് ഇതൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ ബഹളം വയ്ക്കുകയാണ്. അപ്പം ബഹളം വെച്ചപ്പോഴേക്കും സുഭാഷ് എല്ലാവരും ഓടി വരെയാണ്. ഭാസ്കരനും സദാശിവനും അടിക്കാനായിട്ട് ശ്രമിക്കുന്നു, സദാശിവനും ഭാസ്കരനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടോ. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് ചെന്നിട്ട് തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് ആരാ, സദാശിവനെ. അപ്പോഴേക്കും സദാശിവൻ സുധീഷിനെയും പിടിച്ച് തള്ളുകയാണ്. ഈ സമയം നമ്മുടെ ഹരീഷ് ഓടി വരെയാണ്. അപ്പം നമ്മുടെ സുഭാഷ് നോക്കിയപ്പോഴത്തേക്ക് അമ്മാവനാ. അപ്പോഴും സുഭാഷ് എന്നിട്ട് പറഞ്ഞു, അമ്മാവ പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ ഈ കുടുംബക്ഷേത്രത്തിൽ വഴിപാടും കാര്യങ്ങളും ചെയ്യാനായിട്ട് വന്നതാ, അമ്മാവൻ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ ഇന്നോ നാളെ പോകാനായിട്ടിരിക്കുക. എടാ എത്ര ധൈര്യം ഇരുന്നിരിക്കണൂടാ അമ്മാവൻ, നിൻ്റെ ഏത് അമ്മാവനാടാ, എടാ നിൻ്റെ പെറ്റ തള്ളേനെ കൊന്ന ഇയാളെ ഇപ്പോഴും നീയൊക്കെ കുടുംബത്ത് കയറ്റി അച്ചാന്നും പറഞ്ഞ് കൊണ്ടു നടക്കാൻ നിനക്കൊക്കെ നാണയില്ലേടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് കഴിഞ്ഞത്, അതൊക്കെ പണ്ടുള്ള കാര്യം, ഇവിടെ വന്നിട്ടേ ഞങ്ങളുടെ മുമ്പിലിട്ട് ഞങ്ങളുടെ അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു, നീ ആരാടാ ചോദിക്കാനെന്നും പറഞ്ഞ് ഈ സദാശിവൻ നമ്മുടെ സുധീഷിനെയും പിടിച്ച് തള്ളിയിട്ടുണ്ട്. സുധീഷിനെ തള്ളണിടപ്പോഴത്തേക്ക് ഭാസ്കരൻ പറഞ്ഞതേ, ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തോണം, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മക്കളുടെ നേരെ നിൻ്റെ കൈ പൊങ്ങിയുണ്ടല്ലോ, നീ വിവരം അറിയുമെന്നുള്ളത് ഇങ്ങനെ പറയാനായിട്ടോ. അപ്പോഴേക്കും സദാശിവൻ പറഞ്ഞു, മാറാൻ പറഞ്ഞാൽ മാറിക്കണം, അന്നേരം മക്കളാണെങ്കിലും ശരി ആരാണെങ്കിലും വിവരം അറിയുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ഒന്ന് കാണട്ടടാന്നും പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഈ സമയം ഹരീഷും ചെന്നിട്ട് ഉന്തി മാറ്റിയാണ്. അങ്ങനെ ഹരീഷിനെയും സുധീഷിനെയൊക്കെ ഈ സദാശിവൻ പിടിച്ചങ്ങോട്ട് മാറ്റിയാണ്. അപ്പോൾ സദാശിവൻ്റെ കൂടെ സദാശിവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ സദാശിവൻ മാറുക, അവർ ഇന്നോ നാളെ പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് മാറടാ, ഇവൻ എത്ര ധൈര്യം ഇരുന്നിരിക്കണോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ചോദിച്ചു, ഇത്രയും നാളൊന്നും അമ്മാവനെ ഒന്നും കണ്ടില്ലല്ലോ, ഞങ്ങൾ ഇത്രയും ആമ്പിള്ളേർ കുഞ്ഞുനാൾ മുതൽ എവിടെയാണ് എങ്ങനെ ജീവിച്ചു എന്നെങ്കിലും നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സദാശിവൻ പറഞ്ഞു, നീയാണോ അവിടെ അത് ചോദിക്കണത്, നിൻ്റെയൊക്കെ അമ്മ മരിച്ച സമയത്ത് ഞാൻ അവിടെ വന്നു, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ നീയൊക്കെ എന്താടാ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞില്ല എന്ന്. എന്നിട്ട് ഞാൻ പിന്നെയും വന്നു, നാട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നീയൊക്കെ പറഞ്ഞു ഞങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കണോളൂ എന്ന്, അന്ന് ഞാൻ വന്നതാടാ. അപ്പം ഹരീഷ് ചോദിച്ചു, ഓഹോ അങ്ങനെ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ പറഞ്ഞ ആ ബന്ധം അവിടെ തീർന്നു അല്ലേ, പിന്നെ ഞങ്ങളെ തിരക്കി അന്വേഷിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങളെ നോക്കിയത് ഞങ്ങളുടെ അച്ഛനാ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിക്കണം. ഒരു അച്ഛൻ വന്നിരിക്കണു. അപ്പോഴാണ് സുനന്ദയും ലളിത അവിടെ വരണം. അപ്പോൾ സുനന്ദ ചോദിക്കണു, ഇതാരാ അമ്മ എന്ന് ചോദിക്കണം. അപ്പോൾ ലളിത പറഞ്ഞു, ഇതാണ് നിൻ്റെ ഭാസ്കര
അമ്മാവൻ്റെ അളിയൻ, അതായത് അമ്മായിയുടെ ആങ്ങള എന്നിങ്ങനെ പറയുന്നത്. അപ്പം ലളിത പറഞ്ഞു 2 കിട്ടട്ടെ അവന് ഭാസ്കരന്. കാരണം ലളിതയ്ക്ക് ഭാസ്കരനിട്ട് 2 കിട്ടണ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോഴേക്കും അവസാനം അടി ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമൊക്കെ ആയി കഴിയുമ്പോൾ ലളിത ഇടയിൽ ചെന്നിട്ട് പറയാം, വേണ്ട ശിവേട്ട ഇനിയിപ്പം വിട്ടരെ, എവനൊക്കെ നന്നാവാൻ പോണില്ല എന്ന് പറഞ്ഞു. ഓ എടി നീ ഇപ്പം അവൻ്റെ കൂടെ അല്ലേ, ഭാസ്കറിൻ്റെ കൂടെ. അപ്പോഴേക്കും ലളിത പറഞ്ഞത് അനാവശ്യം പറയല്ലേ ശിവേട്ട, ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ഈ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നതാണ്. ഇതിപ്പം പുതുതായിട്ട് ഇപ്പം കെട്ടിയെടുത്തേക്കണേല്ലേ കുടുംബസമേത. ഞാൻ ഈ കുടുംബക്കാരായിട്ട് മിണ്ടാറുമില്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നൊക്കെ ശിവൻ്റെ അടുത്ത് ലളിത പറഞ്ഞു. ഇനിയിപ്പോൾ പ്രശ്നവും അടിയൊന്നും ഉണ്ടാക്കണ്ട ശിവേട്ട എന്നുള്ളത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആകെ ഒരു വല്ലാത്ത ഇടങ്ങേറിലാണ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മോശമായിട്ടൊക്കെ പറയണേ. അപ്പം അതായത് നമ്മുടെ ഭാസ്കരൻ ഒരു കൊലയാളിയാണെന്നും സ്വന്തം അമ്മയെ കൊന്നവനാണ്, ഭാര്യയെ കൊന്നവനാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൽ ഒരാൾ, ഈ സദാശിവൻ്റെ കൂടെ വന്ന ഒരാൾ ചോദിക്കും, അപ്പോൾ ഇവർ 3 ആൺകുട്ടികളല്ലേ ഭാസ്കരനുള്ളത്, ഈ നിൽക്കുന്ന ചെറുക്കൻ ഏതാണെന്ന് ചോദിക്കും. ആരെ? നമ്മുടെ നികേഷിനെ. അപ്പം നികേഷ് ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൂട്ടത്തിലുള്ള സദാശിവൻ തന്നെയാണ്, അത് സദാശിവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ഡയലോഗ് അടിക്കുക. അതെ, യവൻ്റെ ആദ്യ ഭാര്യയിൽ 3 മക്കൾ, അവളെ കൊന്ന ശേഷം യവൻ വേറൊരു തീനെയും കൂടെ കൊണ്ടുവന്നു. അതിലുണ്ടായതാണ് ഈ നിൽക്കുന്ന ചെറുക്കൻ. അവൻ്റെ അമ്മയും കൊന്നു, അതാണല്ലോ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അതേടാ ഞാൻ കൊന്നു, ഞാൻ കൊലയാളിയാണ്, ഇനിയും ഒരു കൊല ചെയ്യുക എനിക്ക് മടിയൊന്നുമില്ല, എന്തേ നീ നോക്കണമെന്ന് ചോദിച്ചു. ഹേടാ നീ കൊല ചെയ്യാനായിട്ട് നടക്കയില്ലേ ഉള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെയല്ലേടാ, ഇപ്പോൾ വേണമെങ്കിലും നിന്നെ ഞാൻ വെട്ടിക്കൊല്ലൂടാന്ന്. എന്നാൽ നീ കൊല്ലടാ, ഞാൻ കൈയെട്ടി നോക്കിയിരിക്കാമെന്ന് പറയും. അപ്പോഴേക്ക് സുഭാഷ് പറയുന്നുണ്ട്, അതെ അച്ഛൻ കൊല ചെയ്തു എന്ന് പറയുന്നു. ഈ നിൽക്കുന്ന കൂട്ടത്തിലോ ആരെങ്കിലും കണ്ടോ ഞങ്ങളുടെ അച്ഛൻ കൊല ചെയ്തു എന്നുള്ളത്? അതൊക്കെ പണ്ടുള്ള കാര്യമില്ലേ എന്ന് പറയും. അപ്പോഴേക്ക് നിധി പറയുന്നുണ്ട്, അതെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട, ഇതൊരു ക്ഷേത്രത്തിലെ ഇതിനു വേണ്ടി ഞങ്ങൾ വന്നു, ഞങ്ങൾ ഇന്നോ നാളെ പൊക്കോളും, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പോവാൻ പറയണം കേട്ടോ. അപ്പോഴേക്കും സദാശിവൻ പറയട്ടെ, ഇത് അവസാനത്തെ വാണിംഗ് ആണ്, ഇനി ഈ നാട്ടിൽ നീ കാല് കുത്തിയോ, നിൻ്റെ കുടുംബമാണെങ്കിലും കാല് കുത്തിയോ, നിൻ്റെ കാല് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. എടാ നീ മനസ്സിൽ ചിന്തിക്കുകയുള്ളൂ, ഈ ഭാസ്കരൻ ചിന്തിക്കുന്നതിന് മുന്നേ അത് ചെയ്തിരിക്കും, അതാണ് ഭാസ്കരൻ എന്ന് സദാശിവനെ വീണ്ടും വെല്ലുവിളിക്കുന്നത്. സദാശിവനും വിട്ടുകൊടുക്കണില്ല, ഒന്നിനൊന്ന് സദാശിവനും പറയണം. അവസാനം എല്ലാവരും കൂടെ പറഞ്ഞ് മാറ്റി സദാശിവൻ വെല്ലുവിളിയോടുകൂടി വിളിക്കുകയാണ്. അപ്പം ഭാസ്കരൻ പറഞ്ഞു, നീ പോടാ, നിന്നെ പേടിച്ച് ഞാൻ ഈ നാട്ടിൽ വരാണ്ടിരിക്കും, ഞാൻ ഇനി ഇവിടെ കഴിയും, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും സുഭാഷ് നിധിയൊക്കെ ചെയ്യുന്ന, അച്ഛ ഇനി ഒച്ചപ്പാടിനൊന്നും നിൽക്കണ്ട, നമുക്ക് ഇനി എന്നെ പോവാം, നമ്മളെന്തിനാണ് അവനെ പേടിച്ച് പോണത്? അപ്പോൾ ഹരീഷ് ചോദിക്കും, സുഭാഷ് ചേട്ടന് പേടിയാണോ? അതുകൊണ്ടല്ല, നമുക്ക് പോവാം, നമുക്ക് ഇനിയും നമ്മളിവിടെ വരും, നമ്മുടെ വീട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും ഇവിടെ വന്ന് ഭഗവതിയുടെ അടുത്ത് നമ്മൾ നല്ലത് പറഞ്ഞ് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് ഭാസ്കരൻ അപ്പോൾ പറയും. കാരണം പോയാലും ഇനിയും വരും, ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ സുഭാഷൊക്കെ നിൽക്കും. അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും ഇവരെല്ലാം കൂട്ടി സുഭാഷ് അകത്ത് പോയിട്ട്, അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ ഞാൻ ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ സുഭാഷ് പറയും, അച്ഛാ ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ട, അച്ഛൻ ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞ് സുഭാഷ് നമ്മുടെ ഭാസ്കരനെയും കൂടെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ലാവരും പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അപ്പം ലളിതയ്ക്കും ഇപ്പം ഞാനും കൂടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന്. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, പിന്നെ അവരിത്ര ആണുങ്ങളുണ്ട്, അവർക്കറിയാം അമ്മ എന്ന് ഇടപെട്ടുകൊണ്ടല്ലേ കേസ് മാറിയത്, ഒന്ന് പോവുമെന്ന് പറഞ്ഞു. എടി നിനക്ക് സദാശിവൻ്റെ സ്വഭാവം അറിഞ്ഞൂടാത്തണ്ട, അവൻ വെട്ടൊന്നും മുറിരണ്ട സാധനം, അവൻ അടക്കി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എൻ്റെ ഭാസ്കരനമ്മാവനും ഒട്ടും മോശമൊന്നും അല്ല, അതമ്മയ്ക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട്. നീ അല്ലെങ്കിൽ അവരൊപ്പം അല്ലേടി നിൽക്കുള്ളൂ എന്നും പറഞ്ഞ് ലളിത സുനന്ദനെ കുറ്റപ്പെടുത്തേനെ കേട്ടോ. അങ്ങനെ നമ്മുടെ സുഭാഷും സുധീഷും ഇവരെല്ലാവരും കൂടെ പോകാനായിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ സുധീഷ് മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നിധി നോക്കുമ്പം ആ സദാശിവനായിട്ട് വന്ന് ഉന്തും തള്ളും നടന്ന സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ തോള് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, എന്തോ തട്ടയോ വലിക്കുകയോ എന്തോ ചെയ്തപ്പോൾ. അപ്പോൾ സുധീഷിന് കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിധി എന്തോ ഒരു ഓയിൽമെൻറ്റോ എന്തോ എടുത്തുകൊണ്ട് വന്നിട്ട് സുധീഷ് ഇത് തേക്കെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷ് തേക്കാനായിട്ട് ഇരിക്കുമ്പോൾ നിധി പറയും, ഇങ്ങോട്ട് താ ഞാൻ തേച്ച് തരാമെന്ന് പറയും. അങ്ങനെ നിധി വീണ്ടും നന്നായിട്ട് അമർത്തി തേച്ച് കൊടുക്കണം. പിന്നെയും കുറച്ചും കൂടെ ഓയിൽമെൻറ്റൊക്കെ എടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. സുധീഷിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും നിധി ഈ ഒരു സ്നേഹമൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ സുധീഷിന് വല്ലാത്തൊരു മനസ്സിനൊരു സമാധാനം. കാരണം അവൾ കുറച്ചെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ എന്നുള്ള
ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിധിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കാറ് കയറി പോവുകയാണ്. അപ്പം എല്ലാവരും കിളിക്കൂട്ടിലോട്ട് തിരിച്ചെത്തുകയാണ് കേട്ടോ. ഭാസ്കരനും സുഭാഷും സുധീഷും ഹരീഷും നികേഷും നമ്മുടെ ചാന്ദിനിയും നിധിയും എല്ലാവരും അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കം കേട്ടോ. സുധീഷ് മാത്രം ഉറങ്ങാണ്ടിരുന്ന് വണ്ടി ഓടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സുഭാഷ് എത്താറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ കിളിക്കൂട്ടിലോട്ട് സന്ധ്യയോടുകൂടി ഇങ്ങ് എത്തുകയാണ്. എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ എല്ലാത്തിനെയും വിളിച്ചുണർത്തിക്കോ, എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ എത്തിയോടാ, ആ നന്നായിട്ട് ഉറങ്ങിയല്ലേ എല്ലാവരും, ഞാനൊരു കണ്ണിന് പോള പോലും അടയ്ക്കാണ്ട വണ്ടി ഓടിച്ചു എന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും ഉറങ്ങിയില്ലടാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഞാൻ കേട്ടു കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ കളിയാക്കിയുണ്ട്. ഈ സമയം നമ്മുടെ ഹരീഷിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം ഇവിടെ എത്രയും വേഗം നീതുവിനെ ഒന്ന് കാണണം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം 2 മാസം പ്രഗ്നൻ്റ് ആണ്. 2 ദിവസമായിട്ട് ഹരീഷിന് ഉറക്കമില്ല, ഊണുമില്ല, ആകെ ടെൻഷനാണ്. അങ്ങനെ എല്ലാവരും അകത്തോട്ട് കയറാനായിട്ട് പോകുമ്പം ഭഗവതി എന്നൊരു വിളിക്കും കേട്ടോ നമ്മുടെ ഭാസ്കരൻ. ചാന്ദിനി ഒരു നിമിഷം അങ്ങ് പേടിച്ച് പോകും. അപ്പം നിധി പറയും, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അച്ഛൻ ഭഗവതിയെന്ന് വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ചാന്ദിനി ചിരിച്ചുകൊണ്ട് എല്ലാവരും അകത്തോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സുഭാഷ് പറയും, നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്ന, ഞാനൊന്ന് നീതുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എനിക്ക് ഉറക്കമില്ല സുഭാഷ് ചേട്ടാ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അതൊക്കെ നാളെ മതി. അതില്ല അപ്പോൾ സുഭാഷ് പറയും, ഞാനും എന്തായാലും നിൻ്റെ കാര്യത്തിനൊരു തീരുമാനം എടുക്കണം, എത്രയും പെട്ടെന്ന് നീതുവിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കണമെന്നിങ്ങനെ സുഭാഷും പറയാണ്. എന്തായാലും നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് ഹരീഷ് അപ്പം തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്കൊരു ചെറിയ പണിയുണ്ട് സുഭാഷ് ചേട്ടാ, ഞാനും വരാം. നീ എങ്ങോട്ടാ പോണ? ഞാനിപ്പോൾ വരാം സുഭാഷ് ചേട്ടാ. നീ ഒരുപോലെ കണ്ണടയ്ക്കാത്ത ആളാണ്, നീ വന്ന് കിടന്ന് നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ നോക്കുമെന്ന് പറയാം. അതെ ഞാനിപ്പോൾ വരാം, ഒരു ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് പോവുകയാണ്. ഹരീഷ് ഒരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ നീതുവിൻ്റെ വീട്ടിലോട്ട് പോണത്. അങ്ങനെ നീതുവിൻ്റെ അവിടെ എത്തിയിട്ട് നീതുവിനെ ഫോൺ ചെയ്യാണ്. അപ്പം ഹലോ, അപ്പം ഹരീഷ് ചോദിക്കും, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. അതെ എനിക്ക് 2 ദിവസമായിട്ട് ഊണില്ല, ഉറക്കമില്ല, സമാധാനം ഇല്ല, നീ ഒന്ന് പുറത്തോട്ട് വന്നേ. അതെ കുഞ്ഞിനെ കാണാനും എന്നെ കാണാനും വന്നയാണോ? ഓഹോ ഇത്ര കൊതിയാണോ? അതെ നീതു ഞാൻ ഒരൊറ്റ അടി മൂന്തക്കിട്ട് തരും കേട്ടോ, മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാനായിട്ട് നീ നിൽക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീഷും നമ്മുടെ ഹരീഷിനെ ഫോളോ ചെയ്ത് വരെയായിരുന്നു കേട്ടോ. പക്ഷേ ഓട്ടോറിക്ഷയിലായിരുന്നുകൊണ്ട് ഹരീഷ് സുധീഷിനെ കാണുന്നില്ല. അപ്പോഴേക്കും നീതു പറയും, അതെ നിനക്ക് ഇത്ര ധൃതിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരീഷ് പറയും, ഞാൻ ദേ വീട്ടുമുറ്റത്തുണ്ട്, നീ ഇറങ്ങി വാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സീൻ ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് ഫോൺ കട്ട് ചെയ്തിട്ട് നീതു എന്നും പറഞ്ഞ് ആ മുറ്റത്ത് നിന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും അഖിൽ നോക്കുമ്പോൾ അഖിൽ അങ്ങോട്ട് ഓടി വരണേ. നാണം കെട്ടവനെ, നിനക്ക് ആണുങ്ങളെ വില കളയാനായിട്ടാണോടാ എൻ്റെ പെങ്ങൾക്ക് 2 മാസം വയറ്റിലുണ്ടാക്കിയിട്ട് നീ എവിടെ ഇരുന്നൂടാ? വൃത്തിയിട്ടവനെ അനാവശ്യം പറയില്ല, അവളെ വിളിക്കടാ, ചോദിച്ച് നോക്കടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്ന്. ഇത്രയും ആക്കി വെച്ചിട്ട് നീ ഇപ്പം കയ്യടിയെ നോക്കണം. അപ്പോഴേക്കും ചന്ദ്രൻ ഓടി വരും കേട്ടോ, നീതുവിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നേ, നാട്ടുകാരെ കേൾപ്പിക്കേണ്ട, അകത്തോട്ട് വാന്നും പറഞ്ഞിട്ട് അഖിലിനെ തള്ളി മാറ്റിയിട്ട് ഹരീഷിനെ അകത്തോട്ട് കൊണ്ടുപോവേൻ കേട്ടോ. അപ്പോൾ സുധീഷ് നോക്കുമ്പോൾ ദേ ഹരീഷിനെ അകത്തോട്ട് കൊണ്ടുപോകണം, ഇനി അകത്തെങ്ങാനിട്ട് അവനെ തല്ലാനാണോ? ആഹാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഓടി ചെല്ലുകയാണ്. അപ്പോഴേക്കും ചന്ദ്രൻ അകത്ത് കയറി അഖിലിനെയും ഹരീഷിനെയും കയറ്റിയിട്ട് ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും സുധീഷ് ചെന്ന് ഡോറെ മുട്ടി. കാരണം സുധീഷിന് ടെൻഷനായി, ഹരീഷിന് എന്തെങ്കിലും ചെയ്താലോ. അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിൻ്റെയൊക്കെ ഒച്ച കേട്ടിട്ട് ആൾക്കാരറിഞ്ഞു, നാണക്കേടാണ് എന്ന് പറഞ്ഞ് കതവ് തുറക്കുമ്പോഴേക്കും സുധീഷ. അപ്പോൾ അഖിൽ പറയും, ഓ നീ നിൻ്റെ ആ ചേട്ടനെ കൊണ്ടാടാ വന്നത്? അപ്പോൾ ഹരീഷ് ചോദിക്കും, സുധീഷ് ചേട്ടൻ ഇതെപ്പോഴാണ് വന്നത്? ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, നീ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് ഇടപെടാൻ നിൽക്കുക. അപ്പോൾ അഖിൽ ഹരീഷിനെ ഷർട്ടയിലൊക്കെ പിടിച്ചിട്ട്, നീ എൻ്റെ പെങ്ങളെ 2 മാസം ഗർഭിണിയാക്കിയിട്ട് നീ എന്ത് കളിയാടാ കളിക്കണേന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഹരീഷിനായിട്ട് ഫയർ ചെയ്യണം. ഹരീഷ് വിട്ടുകൊടുക്കുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവളെ വിളിക്കുക. അപ്പോഴേക്കും നീതു അവരുടെ ഇടയിൽ വരെയാണ്. അതെ നിങ്ങളൊന്ന് മാറി നിൽക്കാവോ, ഇവിടെ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖിൽ ഹരീഷിനെ ഇങ്ങനെ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും സുധീഷ് അഖിലിനിട്ട് 2 കീറ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ചന്ദ്രൻ കിടന്ന് ഇടയിൽ പിടിക്കുന്നുണ്ട്, അടിയും ബഹളവും ഉണ്ടാക്കല്ലേ, നീതു അതിൻ്റെ ഇടയിലുണ്ട്. എന്നിട്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മ ചെന്നിട്ട് ഹരീഷിൻ്റെ കോളറെ പിടിക്കും. 10-21 വയസ്സുള്ള എൻ്റെ മോള് ബുക്കും കൊണ്ട് കോളേജിൽ നടക്കുന്ന പോകേണ്ട സമയത്ത് അവൾക്ക് കൊച്ചിൻ്റെ വയറ്റിനുണ്ടാക്കി കൊടുക്കുന്നത്, നീയൊക്കെ നാണം കെട്ട് അല്ലേടാ, നിൻ്റെയൊക്കെ അന്തസ് എന്താടാ, ഒരു കുടുംബത്ത് പറഞ്ഞ ആമ്പിള്ളേർ ഇങ്ങനെ ചെയ്യൂടാന്നും പറഞ്ഞ് സീത കരയാണ് കേട്ടോ. അപ്പോഴേക്കും അഖിൽ വീണ്ടും നമ്മുടെ ഹരീഷിനെ തല്ലാൻ വരുമ്പോഴത്തേക്ക് സുധീഷ് വീണ്ടും അഖിലിനെ തല്ലുകയാണ്. അഖിലും സുധീഷും തമ്മിൽ ആകെ പ്രശ്നമാണ് കേട്ടോ അവിടെ.
അപ്പോഴേക്കും നീതു പറയും, ഒന്ന് നിർത്താവോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളു. അപ്പോഴേക്കും ഹരീഷ് ചോദിക്കും, എടി നീതു സത്യം പറയടി, എപ്പോഴാടി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്? അപ്പോഴേക്കും സീത ചോദിക്കും, കണ്ടോടി വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം ദേ അവൻ കൈയൊഴിയണു, ഇതാണോ നിൻ്റെ ഹരീഷ് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് സീത നീതുവിൻ്റെ നേരെ തിരിയണ. അപ്പോഴേക്കും നീതു പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാൻ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ദേ എൻ്റെ അനിയൻ്റെ നേരെ ആരുടെയെങ്കിലും കൈ പൊങ്ങിയുണ്ടല്ലോ ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് ഒച്ചയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിയുന്ന സമയത്ത് ഈ അടിയിലിടയിൽ എന്നെ നീതു പറയണേ, ഒന്ന് നിർത്ത്, എനിക്ക് പറയാനുള്ള കാര്യം കേൾക്ക്, ഞാൻ ഗർഭിണി അല്ല എന്ന കാര്യം പറയണു. ഇത് കേൾക്കുമ്പോൾ സീതയും ചന്ദ്രനും അഖിലൊക്കെ ഞെട്ടിത്തെറിക്കുകയാണ്. ഹരീഷ് അതിനെ കാരണം ഹരീഷിന് ഉറപ്പുണ്ട് നീതുവായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന്. സുധീഷും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ. അപ്പം ഹരീഷ് ചോദിക്കും, പിന്നെ എന്തിനാ നീ ഈ സംഭവം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പിലും ആക്കിയെന്ന് പറയും. അതെ, ഇവിടെ നടന്ന സംഭവമൊന്നും ഹരീഷിന് അറിയില്ലല്ലോ. ഹരീഷ് അമ്പലത്തിൽ പോയ ആ 3-4 ദിവസം കൊണ്ടേ ഇവിടെ ഉള്ളവർ കാണിച്ച ഓരോ പണി കാണണോ? എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകണം, വഴിപാടുണ്ടെന്നും പറഞ്ഞ് സാരി ഉടുപ്പിച്ച് കൊണ്ടുപോയിട്ട് എവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ കല്യാണം എന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്നെ ആ കല്യാണം കഴിക്കാൻ വേണ്ടി ആ കതിർ മണ്ഡപത്തിൽ വരെ ഇരുത്തി. എനിക്ക് അവസാനം രക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഹരീഷിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ അഖിൽ ചോദിച്ചു, നീ അപ്പോൾ പറഞ്ഞതോടി എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ, എന്നാൽ നീ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കാൻ തന്നെ ആയിരുന്നു, അപ്പം അറിയാം ഞാൻ ഗർഭിണിയല്ലെന്ന്. എടി ഒരുമ്പെട്ടവളെ, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ? അല്ല, നീ എന്താ കരുതിയത്? എടാ നാണം കെട്ടവരെ, ഒരുത്തനെ സ്നേഹിച്ചിട്ട് നിൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് ഞാൻ എന്നെ അങ്ങ് കെട്ടുമെന്ന് വിചാരിച്ചോ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീതുവും അഖിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞതേ അവളുടെ ദേഹത്തെങ്ങനെ നിൻ്റെ കൈ പതിഞ്ഞുണ്ടല്ലോ, നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. നീ ആരാടാ അത് ചോദിക്കാനെന്ന് അഖിൽ ഹരീഷിൻ്റെ കൂടെ ചോദിക്കുക. അവസാനം കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി, നീതു ഗർഭിണിയല്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു വലിയൊരു ഷോക്ക്, ആ ഒരു ഞെട്ടൽ ഇതോടുകൂടി മാറണം കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമെന്നൊരു ഇത് വന്നപ്പോൾ നീതുവിന് വേറൊരു പോം വഴിയില്ലായിരുന്നു. അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അഖിലും നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ആ കല്യാണം തന്നെ ചെയ്യുമായിരുന്നു. നീതുവിന് ഒരു പരിധി കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് നീതു ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്തായാലും ഈ വിശേഷങ്ങളൊക്കെയാണ് നാളെ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നീതുവിൻ്റെ ഹരീഷത്തിൽ സുഭാഷൊക്കെ ചേർന്നിട്ട് എന്തായാലും ഒരു തീരുമാനം എടുക്കും അല്ലേ? എന്തായാലും കാര്യം ഇനി ഇങ്ങനെ നിർത്തിയിരുന്ന നീതുവിൻ്റെ വീട്ടുകാരാണെങ്കിലും നീതുവിന് ഒരുപാട് ടോർച്ചർ ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാട്ടിത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം രാവിലെ തന്നെ ഞാൻ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ വിശേഷം 6 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാട്ടത്തെ കിളിക്കൂട് ഇവിടെ ഇപ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ അപ്കമിങ് വിശേഷം ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കിട്ടുന്നതാണെങ്കിൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലെ പവിത്രം സീസൺ 2ൻ്റെ പ്രൊമോ തിങ്കളാഴ്ച തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.